ഇന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു. നല്ല മഴയും. പിന്നെ എന്നാ ഉണ്ടാക്കുമെന്ന് ഓർത്തപ്പം കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ചെടുത്ത് പുഴുങ്ങി വെച്ചു. അപ്പോൾ ബാക്കി എടുത്തിട്ടൊരു പുട്ടുണ്ടാക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോഴേ ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. ആ സൈഡിലിരിക്കുന്ന കപ്പ് കണ്ടോ? അത് നമ്മൾ ചായ കുടിക്കുന്ന വലിയ കപ്പാട്ടോ. അപ്പോൾ ആ കപ്പിന് ഏകദേശം 3/4 തൊട്ട് 1 ഗ്ലാസ് വരെ നമുക്ക് മാക്സിമം വെള്ളം എടുക്കുക. അപ്പം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ആ സെയിം കപ്പിൽ തന്നെ അജ്മിയുടെ ആ പുട്ടുപൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഓർക്കും അയ്യോ വെള്ളം കൂടിപ്പോയെന്ന്. പക്ഷേ വെള്ളമൊന്നും കൂടുതലായിട്ടില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഒട്ടും കട്ട കൂടാതെ നമുക്ക് ആ പുട്ടുപൊടി കിട്ടും കേട്ടോ. ഇത് ഏകദേശം 4 പേർക്കുള്ളതാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പെന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഏത്തപ്പഴം ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത ഏത്തപ്പഴം കൂടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുക. ഇതൊന്നുമില്ല ഭയങ്കര മടിയോ ഒറ്റയടിക്ക് ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ലെയർ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മടി പിടിച്ച് ഇങ്ങനെ കൂടുതലൊക്കെ മടി പിടിച്ചെന്ന് പറയാൻ പറ്റില്ല. ചില ദിവസം നമ്മൾ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും കേട്ടോ.